നമസ്കാരം. ഭാവിയിലെ ജോലിക്കായി തയ്യാറെടുത്ത രാജ്യങ്ങളിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ട്വീറ്റ് ചെയ്തത് QS വേൾഡ് ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സിന്റെ 2025 റാങ്കിംഗ് പങ്കുവച്ചാണ്. അതോടെ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളിലും ഇത് വലിയ വാർത്തയായി. അമേരിക്കയ്ക്ക് തൊട്ടുപിന്നിൽ ഇന്ത്യ എന്ന് എങ്ങും ആഘോഷിക്കപ്പെട്ടു. ആ റാങ്കിംഗ് പൂർണ്ണമായും വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ഭാവിയിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് സാമ്പത്തികമായുള്ള തയ്യാറെടുപ്പിൽ ഇന്ത്യ 40ാം സ്ഥാനത്താണ്. ഭാവിയിലെ തൊഴിലുകൾക്ക് വേണ്ട നിപുണി നേടുന്നതിൽ 40 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 37ാം സ്ഥാനത്താണ്. ഓവറോൾ റാങ്കിങ്ങിൽ ഏഷ്യയിൽ പോലും സിംഗപ്പൂർ റാങ്ക് 9, ദക്ഷിണ കൊറിയ റാങ്ക് 10, ചൈന റാങ്ക് 11 എന്നിങ്ങനെ ഇന്ത്യക്ക് മുന്നിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയുടെ റാങ്ക് 25 മാത്രവും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് എന്ത് ജോലിയാണ് സർ കൊടുക്കാൻ പോകുന്നത്? ഓരോന്നായി എടുക്കാം. പണി അറിയാവുന്നവർ അഥവാ ജോലിക്ക് പറ്റിയ നിപുണിയുള്ളവർ താമസിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുക്കുക. 30 രാജ്യങ്ങളാണ് ആ പട്ടികയിൽ. ഇന്ത്യ അവിടെ 30ാം സ്ഥാനത്താണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹെൽത്ത് കെയർ, ബയോടെക്നോളജി തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള നൈപുണ്യത്തിന്റെ കാര്യത്തിലാണ് ഇത്. മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ സംവിധാനം മാറ്റുന്നതിൽ ഇന്ത്യ ഏറെ പിന്നിലാണെന്നാണ് ഇതിന് കാരണമായി ആ റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തൊഴിൽ ദാതാവിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം എത്താൻ കഴിയുന്നില്ല. ഭാവിയിലെ സുസ്ഥിര വികസനം മുന്നിൽ കണ്ടുള്ള പരിഷ്കരണങ്ങളിൽ ഇന്ത്യക്ക് കിട്ടിയ പോയിന്റ് 100ൽ 15.6 ആണ്. G7 രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ 68.3 ആണ്. ഇന്ത്യയേക്കാൾ 4 മടങ്ങിലേറെ മുന്നിൽ. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 59 പോയിന്റ്. ഏഷ്യയിലെയും പസഫിക്കിലെയും രാജ്യങ്ങൾ ഒന്നിച്ചെടുത്താൽ 44.7. ഏഷ്യയിൽ പോലും അവിടെ ഏറ്റവും പിന്നിലുള്ള രാജ്യമാണ് ഇന്ത്യ. കാലത്തിനനുസരിച്ച് പുതിയ തൊഴിൽ മേഖലയ്ക്കായി സാമ്പത്തികമായി തയ്യാറെടുത്ത രാജ്യങ്ങളുടെ പട്ടിക എടുക്കുക. അതിൽ ഇന്ത്യക്ക് 40ാം സ്ഥാനമാണ്. പുതിയ നിക്ഷേപങ്ങൾ വരുന്നതിലും നവ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിലും ഇന്ത്യ ഏറെ പിന്നിലാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല അടിമുടി മാറ്റാൻ ആവശ്യത്തിന് പണം മുടക്കാതെ ഇന്ത്യയിൽ ഉയർച്ച സാധ്യമല്ല. ആഗോള സാമ്പത്തിക രംഗത്ത് കൂടുതൽ വളരണമെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിൽ നിക്ഷേപം എത്തണമെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇനി വിദ്യാഭ്യാസപരമായി ഇന്ത്യ സജ്ജമാണോ എന്ന ചോദ്യത്തിനും അല്ല എന്ന് തന്നെയാണ് ആ റിപ്പോർട്ട് പറയുന്ന ഉത്തരം. ഇന്ത്യ 26ാം സ്ഥാനത്ത് മാത്രമാണ്. ഇനി ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ബിരുദധാരികൾ ഒരു തൊഴിലും ചെയ്യാൻ പ്രാപ്തരാകുന്നില്ല എന്നാണ് ആ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നത്. ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളെക്കാളൊക്കെ മോശമാണ് അക്കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥിതി. ചൈന മാത്രമല്ല, ദക്ഷിണ കൊറിയയും സിംഗപ്പൂരും ഒക്കെ ബഹുദൂരം മുന്നിലാണ്. ഇന്ത്യയിലെ സർവകലാശാലകൾ കാലത്തിനൊത്ത് തയ്യാറെടുക്കാതെ മാറ്റം സംഭവിക്കില്ല. അതിന് നിക്ഷേപം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരുമാണ്. 2030 ആകുമ്പോഴേക്കും AI അധിഷ്ഠിത നൈപുണ്യത്തിൽ 60% വളർച്ചയാണ് ലോകത്തുണ്ടാവുക. ഡിജിറ്റൽ നൈപുണ്യത്തിൽ 35% വളർച്ചയുണ്ടാകും. പരിസ്ഥിതി മലിനമാക്കാത്ത ഗ്രീൻ വ്യവസായങ്ങൾ അപ്പോഴേക്കും 2.5 കോടി ആളുകൾക്ക് പുതിയതായി ജോലി നൽകും. ഈ ജോലി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് രാജ്യത്തിന് നേരെ ഉയരുന്നത്. പുനരുപയോഗ ഊർജ മേഖലയും ആരോഗ്യ സംരക്ഷണ മേഖലയുമാണ് ഇനി ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ളത്. സമ്പൂർണ്ണ വിദ്യാഭ്യാസ പരിഷ്കാരം, അതിനായി വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം, ഇത് രണ്ടും നടത്തണം എന്നാണ് ആ റിപ്പോർട്ട് രാജ്യത്തോട് പറയുന്നത്. ഇന്ത്യയുടെ മികവ് ഭരിക്കുന്നവർ മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരനും വിളിച്ചു പറയേണ്ടതുണ്ട്. അത് പക്ഷേ മികവുള്ള കാര്യങ്ങളിൽ ആകണം. ഇന്ത്യ ലോകത്ത് 26ാം സ്ഥാനത്താണെന്നും ഏഷ്യയിൽ സിംഗപ്പൂരും ചൈനയും ദക്ഷിണ കൊറിയയും നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുമാണ് പറയേണ്ടത്. ഇവിടെ ഭാവിയെ മുന്നിൽ കണ്ട് വളരാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 2ാം സ്ഥാനത്തുണ്ട്. അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആ സാധ്യത വരുന്നത് തുറന്നിട്ട വിപണിയാണ് എന്നതിനാലാണ്.
ചൈനയുടെ മാനവ വിഭവശേഷി ചൈനയിലാണ് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. ഇന്ത്യ അക്കാര്യത്തിൽ ചൈനയെക്കാളൊക്കെ മുന്നിലാണ്. ആ റിപ്പോർട്ട് അതുമാത്രമാണ് ഇന്ത്യയെക്കുറിച്ച് ശുഭസൂചകമായി പറയുന്നത്. ശേഷിക്കുന്നതെല്ലാം ഇന്ത്യ ഇനിയും ഏറെ മെച്ചപ്പെടാനുണ്ട് എന്ന വിവരമാണ്. ആ വിവരം ജനങ്ങളോട് പങ്കുവയ്ക്കുന്നതിനാണ് ബൗദ്ധിക സത്യസന്ധത എന്ന് പറയുന്നത്. നേതാക്കളിൽ നിന്നും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ജനതയ്ക്ക് ലഭിക്കേണ്ടത് ആ സുതാര്യതയാണ് എന്ന് സൂചിപ്പിച്ച് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.